നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പക്ഷപാതപരമായി BBC ചിത്രീകരിച്ച രീതിയെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. ലോകത്തെമ്പാടും എന്താണ് നടക്കുന്നതെന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിൽ മാന്യത കൈവിടാതിരിക്കാൻ BBC ശ്രദ്ധിക്കണം എന്നുള്ള ആവശ്യം കൂടി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ബോബ് ബ്ലാക്ക്മാൻ MP ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, BBC ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വളരെയധികം പക്ഷപാതപരമായിട്ടായിരുന്നു എന്നാണ് MP ഉയർത്തിയിരിക്കുന്ന വിമർശനം. മാത്രമല്ല, മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ക്ഷേത്രം പണിതതെന്ന് ചൂണ്ടിക്കാട്ടിയ BBC ഒരു കാര്യം മറന്നു. തകർക്കപ്പെടുന്നതിന് മുൻപ് 2000 വർഷത്തോളം അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കാര്യം. മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മസ്ജിദ് പണിയാൻ അവിടെ 5 ഏക്കർ സ്ഥലം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും BBC വിസ്മരിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള BBCയുടെ പക്ഷപാതപരമായ റിപ്പോർട്ടിങ്ങിനെതിരെയാണ് ബ്രിട്ടീഷ് MP രംഗത്തെത്തിയിരിക്കുന്നത്. BBCയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സമയം അനുവദിക്കണമെന്ന് മറ്റ് അംഗങ്ങളോടും അഭ്യർത്ഥിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അങ്ങനെ അയോധ്യയിലേക്ക് തന്നെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കണ്ണുകൾ നീണ്ടിരിക്കുന്നത്. അവർ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവരുടെ പാർലമെന്റിൽ പോലും സജീവമായി നടത്തിയിരിക്കുന്നു. മാത്രമല്ല, BBC പോലെയുള്ള ഒരു ഭീമൻ മാധ്യമത്തെ മടിയില്ലാതെ വിമർശിക്കാനും ബ്രിട്ടീഷ് പാർലമെന്റിലെ MP ക്ക് കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.